താങ്കളുടെ മഴവിൽ കൂടാരം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സലീം കുമാർ അപമാനിക്കപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത പ്രചരിച്ചിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാണ്. സലീം കുമാറും അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലെന്താണ് ഒരു അവ്യക്തത കൂടുതൽ പറയാനുള്ളത്? അല്ല, അതിൽ പലരുടെയും പേരുകളും പല രീതിയിലും പ്രചരിക്കുന്നുണ്ട്. അത് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചത്. താങ്കളുമായി സഹകരിച്ച പല വ്യക്തികളുടെ പേരുകളും അതിൽ ചേർത്ത് വെക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം. അത് സ്വാഭാവികമാണ്. പലരും സംശയിക്കപ്പെടും. അത് ആരും അത് വ്യക്തമായിട്ട് പറയാത്തത് കൊണ്ടുള്ള ഒരു കുഴപ്പം തന്നെയാണത്. പക്ഷെ അതങ്ങനെ വ്യക്തമാക്കേണ്ട ഒരു വിഷയമല്ല. കാരണം അത് സലീം കുമാർ തന്നെ അത് അങ്ങനെ പറയാത്തിടത്തോളം കാലം. അപ്പോൾ അത് അവർ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധത്തിൻ്റെ മുൻകാലങ്ങളിലൊരു വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സലീം കുമാർ അത് മറച്ചു വച്ചിട്ടുള്ളത്. അവർ തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ പേരിലാണ് അന്ന് മഴവിൽ കൂടാരത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്ന ആ ലോഡ്ജിലേക്ക് അദ്ദേഹം വന്നത്. ആ സൗഹൃദത്തിൻ്റെ പേരിൽ അതിൻ്റെ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ചിത്രത്തിൽ ഒരു വേഷം അദ്ദേഹത്തിന് തരമാക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ അദ്ദേഹം അവിടെ അന്ന് എന്തോ കാരണത്താൽ അത് വളരെ നിരുത്സാഹപ്പെടുത്തി. ഇദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ഷെയ്മിംഗ് ആണ് അന്ന് അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം വികാരാധീനനായിരുന്നു. അദ്ദേഹം വളരെയധികം സങ്കടപ്പെട്ടാണ് മുറിയിൽ നിന്ന് തിരിച്ചു വന്നത്. അതെനിക്കറിയാം. അത് അദ്ദേഹത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ആണ് ഈ സൗഹൃദം നിലനിൽക്കുമ്പോഴും അദ്ദേഹം അത് തുറന്നു പറയാൻ നിർബന്ധിതനായത്. അവിടെ ബോഡി ഷേമിംഗ് നടന്നതെന്ന് അന്ന് താങ്കൾക്ക് അറിയാമായിരുന്നു? അന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് ഇദ്ദേഹം റൂമിൽ നിന്ന് ഇറങ്ങി വന്നു, എന്നോട് യാത്ര ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഉച്ച സമയമായതുകൊണ്ട് ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിച്ചിട്ട് പോയി. അപ്പോഴേക്കും അദ്ദേഹത്തിന് എന്നെ മനസ്സിലായിരുന്നു. അദ്ദേഹം കയറി വരുമ്പോൾ എന്നെ അറിയില്ല, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹം തിരിച്ചു പോകുമ്പോഴും ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല. കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത്. പക്ഷേ ഇത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നല്ലൊരു സ്റ്റേജിലെത്തിയതിന് ശേഷമാണ് ഇദ്ദേഹം ചില മീഡിയകളിലൂടെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമാണത്. അപ്പോൾ അദ്ദേഹം കടന്നു വന്ന വഴികളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞെന്ന് വരും. അത് അദ്ദേഹം അന്ന് അത് വ്യക്തമാക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ മാന്യത, സുഹൃത്തിനോട് ചെയ്ത നല്ലൊരു മനസ്സ്. അദ്ദേഹം അത് അന്ന് വ്യക്തമാക്കിയില്ലെങ്കിലും താങ്കൾക്ക് ആ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ എനിക്ക് മാന്യത ഇല്ലെന്നാണോ? അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എങ്കിലും താങ്കൾക്കത് വെളിപ്പെടുത്താനുള്ളൊരു അവകാശമോ ഉത്തരവാദിത്തമോ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അല്ല, സലീം അത് വെളിപ്പെടുത്തിടത്തോളം കാലം എനിക്കെന്ത് ഉത്തരവാദിത്വം? അങ്ങനെ ഒരു കാര്യം ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് സലീം കുമാറിൻ്റെ മരണത്തോടുകൂടി, അദ്ദേഹം മൺമറഞ്ഞോടുകൂടി ആ രഹസ്യവും അങ്ങനെ തന്നെ പോയിക്കോട്ടെ. അതാണ് അതിൻ്റെ ശരി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മീൻ പിടിക്കാമെന്നുള്ള നിലയ്ക്ക് കുളങ്ങളൊക്കെ നിൽക്കണ്ട. അത് ശരിയായ പ്രവണതയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അത് ശരിയല്ല എന്തായാലും. അല്ല, നമ്മളത് മറ്റുള്ളവർക്കൊരു ഈ മുൾമുനയിൽ നിൽക്കുന്ന ചില ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ചോദിച്ചതാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ അത് അല്ല, അവർ അത് ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് അങ്ങനെ പ്രയാസം തോന്നേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും പറയാറുള്ള പോലെ മടിയിൽ കനമുള്ളവരെ മേടിക്കേണ്ട കാര്യമുള്ളൂ. അവർക്കത് അവർ തെറ്റ് ചെയ്യാത്തവരെന്തായാലും അതിന് ഭയക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. അപ്പോൾ വളരെ നന്ദി സാർ.